മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷയാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ കേരളം എതിര് നിൽക്കുന്നുവെന്ന വാദമുയർത്തിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ വാദിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം കേന്ദ്രത്തിന് അയക്കുമെന്നും 3 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തങ്ങളുടേതാക്കാൻ തമിഴ്നാട് പണ്ട് മുതലേ കോടികളാണ് മുടക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ള വെള്ളം തമിഴ്നാടിന് ഒരിക്കലും ഒഴിവാക്കാനാവില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പണി നടക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണം. ഇതിനായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു. റോഡ് കേരളം നിർമ്മിക്കാനും ചെലവ് തമിഴ്നാട് വഹിക്കാനുമാണ് നിർദ്ദേശം. ഡോർമെറ്ററിയുടെ അറ്റകുറ്റപ്പണി നടത്താനും തമിഴ്നാടിന് അനുവാദം നൽകി. ഒരു ബോട്ട് കൂടി അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കണം. ഗ്രൗണ്ടിംഗ് സംബന്ധിച്ച തീരുമാനം മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി വിട്ടു. 126 വർഷങ്ങൾക്ക് മുൻപ് ജോൺ പെന്നിക്യൂക്ക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ കൈവഴികളിൽ ഒന്നായി മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാനാണ് അണക്കെട്ട് നിർമ്മിച്ചത്. അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ഇന്ത്യയുടെ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ 999 വർഷത്തേക്ക് ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 100 വർഷങ്ങൾക്ക് മേൽ പഴക്കം ചെന്ന അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലി പലപ്പോഴായി ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. 1789 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലോചനകൾ തുടങ്ങിയത്. പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയം 1789 രാമനാട് രാജാവായ മുത്തു രാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി മുതിരുലപ്പ പിള്ളയാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. വൈഗൈ നദി 6 മാസക്കാലത്തോളം വറ്റി വരളുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവനോപാധികളെ ബാധിക്കുന്നതും കാർഷിക ഉൽപാദനം നടക്കാതെ വന്നതുമെല്ലാമായിരുന്നു ഈ ചിന്തയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ. ചിലവ് കൂടുതലായതിനാൽ ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1882 ഇതേ ആശയത്തിൽ എത്തിയ ബ്രിട്ടീഷുകാർ പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല ജോൺ പെന്നിക്യൂക്കിനെ ഏൽപ്പിച്ചു. 155 അടി ഉയരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പശ്ചിമഘട്ടത്തിലെ ഏകമലയിലെ 2 കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുത്തു. കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പെരിയാർ നദിയിലെ ജലം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുരന്ന ടണലുകളുടെ എതിർവശത്തേക്ക് തിരിച്ചുവിട്ട് വൈഗൈ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. 1884 ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരുവിതാംകൂറുമായി ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം 1886 വനത്തിനുള്ളിലെ ഭൂമി 999 വർഷങ്ങൾക്ക് പാട്ടത്തിന് നൽകുന്നതിന് കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. 8000 ഏക്കർ ഭൂമി റിസർവോയറിൽ 100 ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാർ നൽകിയത്. കരാർ അനുവദിച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുമുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. 1887 മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രാദേശികമായി തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിനാൽ തന്നെ 1889-90 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കൂടാതെ ഇതിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു. കൊടും കാടുകളിലൂടെയാണ് യാത്ര. തൊഴിലാളികളുടെ ഇടങ്ങളിൽ പടർന്നു പിടിച്ച മലമ്പനി തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾ അന്ന് നിർമ്മാണത്തിനിടയിൽ നേരിടേണ്ടി വന്നു. 1892 1895 ഇടയിൽ മാത്രം 483 പേർ രോഗങ്ങളുമായി മരിച്ചു. ഇതിനു പുറമെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി നേരിട്ടത്. നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ കടത്താൻ നിരവധി നൂതന മാർഗങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നു. ഒന്ന്, ഗൂഡല്ലൂർ മലനിരകളിൽ നിന്നും വയർ റോപ്പിലൂടെ തേക്കടിയിലേക്കും അവിടെ നിന്ന് കാളവണ്ടിയിൽ വനത്തിലേക്കും
മറ്റൊന്ന് ഡാം സെറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്പോയിലൂടെയുമായിരുന്നു. ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പം മുതൽ കുമളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ ഡാം സെറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ്. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. കത്തിച്ച ഇഷ്ടിക പെട്ടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി. നിർമ്മാണത്തിനിടയിൽ 2 തവണ തടയണ നിർമ്മാണത്തിന് തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവെച്ചു. ഇതുമൂലം ചെലവ് വർദ്ധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചാണ് പെന്നിക്യൂ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1200 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം. ഉയരം 176 അടിയും 152 അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണ ശേഷി. ഇതുകൂടാതെ 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും 240 അടി നീളവും 20 അടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടി 1932 തമിഴ്നാട് ശ്രമിച്ചിരുന്നു. അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു. അവർ വിരുദ്ധ അഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയാറി നളിനി രഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു. ജലസേചന ആവശ്യത്തിന് മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുക എന്നതിനാൽ വൈദ്യുത ഉൽപാദനത്തിന് അവർക്ക് അധികാരമില്ലെന്നും അന്ന് വിധി വന്നിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിനും തുറന്നു ഉപയോഗിക്കാനും അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളെയും നേതാക്കൾ അനൗപചാരികമായി തീരുമാനിച്ചു. 1959 ശേഷം തമിഴ്നാട് ഔദ്യോഗികമായ ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉപയോഗത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് 1960, 1969 വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. പിന്നീട് 1970 സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കാനും തമിഴ്നാടിന് അനുമതി നൽകി. 1979 ഗുജറാത്തിലെ മോർബിയയിൽ അണക്കെട്ട് തകർന്ന് 10,000 പേർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു. തുടർന്ന് അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതും ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി. തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയ്ക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ട് വന്നത്. പിന്നീട് 1979 നവംബർ 25 CWC ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുത വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂടി തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ അടുത്ത കാലവർഷത്തിന് മുൻപ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടികളും അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടക്കാല ദീർഘകാല നടപടികളും തീരുമാനിച്ചു. അടിയന്തര നടപടികളുമായി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിട്ട് ജലനിരപ്പ് നിലനിർത്താൻ തീരുമാനിച്ചു. പിന്നീട് ജലനിരപ്പ് ഘട്ടം ഘട്ടമായി പൂർണ്ണമായി 152 അടിയിലേക്ക് ഉയർത്താമെന്നും സംഘം ശുപാർശ ചെയ്തു.